സർവേഷാം നമസ്കാരം. 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 സംസ്കൃത പഠനം ആരംഭം കുർമഃ. ശ്രീരാമോദന്ത പഠനം അദ്യ ചതുസ്ത്രിംശത്തമം ശ്ലോകം പഠാമः. ചതുസ്ത്രിംശത്തമം ശ്ലോകം പഠാമः. അസ്തു. 33 ആണ്. അല്ല, ഇതല്ലേ 32 കഴിഞ്ഞു. 33 കഴിഞ്ഞില്ല അല്ലെ? ഇല്ല. അസ്തു. വയം ത്രയസ്ത്രിംശത്തമം ശ്ലോകം പഠാമः ശ്രീരാമോദന്തേ. തതഃ സിദ്ധാശ്രമം പ്രാപ്യ കൗശികഃ സഹ രാഘവ അധ്വരം ച സമാരേഭേ രാക്ഷസാശ്ച സമാഗമൻ. ഏകഃ ശ്ലോകഃ. തത്ര തസ്യ അർത്ഥം ജ്ഞാതവ്യം. വയം കിം കുർമഃ? ആദ്യം പദച്ഛേദം ചെയ്തും വേ വിഭക്തികൾ അറിഞ്ഞുടൻ അങ്ങുമിങ്ങുമിരിക്കുന്ന പദങ്ങളെ യഥാവലേ ചേരുന്ന പടി ചേർക്കുന്ന തന്വയം പരികീർത്തിതം. പ്രഥമം പദച്ഛേദഃ കരണീയഃ. കുർമഃ. തതഃ സിദ്ധാശ്രമം പ്രാപ്യ കൗശികഃ സഹ രാഘവഃ അധ്വരം ച സമാരേഭേ രാക്ഷസാഃ ച സമാഗമൻ. एवमस्ति पदच्छेदः. अनन्तरम् एकैकस्यापि विभक्तिं कुर्मः, विभक्तिं पश्यामः. ततः, आद्यं ततः इति पदम्. ततः इत्युक्ते तसिलन्तम् अव्ययम् अस्ति. अनन्तरं सिद्धाश्रमम्. सिद्धाश्रमम्, आश्रमः अकारान्त पुल्लिंग रूपम् अस्ति. तस्य द्वितीय एकवचनं सिद्धाश्रमम्. सिद्धाश्रमम् अकारान्त पुल्लिंग द्वितीय एकवचनम् आश्रमः. अनन्तरं प्राप्य. प्राप्य इत्युक्ते प्य लेबन्तमव्ययमस्ति. प्राप्य लेबन्तमव्ययम्. अनन्तरं कौशिकः. कौशिकः अकारान्तपुल्लिङ्गं प्रथम एकवचनमस्ति. कौशिकः. सह राघवः. सह राघवः अकारान्त पुल्लिंगं प्रथम एकवचनम् अस्ति. अध्वरम्. अध्वरः. अध्वरम्. अध्वर अकारान्त पुल्लिंगं द्वितीय. अध्वरम् इत्युक्ते द्वितीय एकवचनम्. अध्वरम्. अनन्तरं च अव्ययमस्ति. समारेभे. आ इति उपसर्गमस्ति. रभ इति धातु. रभ तस्य लिट् रूपमस्ति. लिट् आत्मनेपदी प्रथमपुरुषन् एकवचनम् अस्ति. आरेभे. राक्षसाः अकारान्त पुल्लिङ्गं प्रथम बहुवचनरूपम् अस्ति. अनन्तरं च अव्ययम्.
समागमन तद् गम इति धातु आ इति उपसर्ग आगम गम धातु आगमल एकवचनम आगमन बहुवचनम आ अगमल आगम धातु आगमत आगमताम आगमन आगम आगमतम आगमता आगमम आगमाव आगमाव आगमन सम सम आ सम इति उपसर्गम आ इति अपि उपसर्गम आगमन सम आगमन सम्यक् आगमन समारेभे तत्रापि सम आरेभे सम इति उपसर्गम आ इति उपसर्गम रेभे समारेभे इत्यस्य अर्थः सम आरेभे आरभते ആരംഭിച്ചു ഓരോന്നിന്റെ അർത്ഥം നോക്കുമ്പോൾ തത അനന്തരം സിദ്ധാശ്രമം സിദ്ധസ്യ അല്ലെങ്കിൽ സിദ്ധാനാം ആശ്രമ സിദ്ധാശ്രമ തം സിദ്ധാശ്രമം സിദ്ധാശ്രമം സിദ്ധൻ എന്ന് പറഞ്ഞാല് സിദ്ധന്മാര് ഉള്ള സ്ഥലം സിദ്ധന്മാരുടെ ആശ്രമമാണ് സിദ്ധാശ്രമം തം സിദ്ധാശ്രമം പ്രാപ്യ ഇത്യുക്തെ ല്യവന്തം അവ്യയമസ്തി ല്യവന്തം പ്രാപണം ചെയ്തിട്ട് പ്രാപണം പ്രാപിച്ചിട്ട് എന്നൊക്കെ അർത്ഥം വരും പ്രാപിച്ചിട്ട് പ്രാപണം ചെയ്തിട്ട് പ്രാപിച്ചിട്ട് എത്തിയിട്ട് എന്നർത്ഥം കൗശിക കൗശിക എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് വിശ്വാമിത്രനാണ് കൗശിക പിന്നെ സഹരാഘവ രാഘവേന സഹ വർത്തതേ ഇതി സഹരാഘവ അല്ലെങ്കിൽ രാഘവാഭ്യാം സഹ എന്നും ആവാം രാഘവേന സഹ വർത്തതേ ഇതി സഹരാഘവ രാഘവനോട് കൂടിയിട്ട് എന്നാവാം ഇനി രാഘവന്മാരോട് കൂടിയിട്ട് എന്നും ആവാം രാഘവാഭ്യാം സഹ കാരണം ശ്രീരാമനും രാഘവനാണ് ലക്ഷ്മണനും രാഘവനാണ് രഘുവിന്റെ പക്ഷേ രാഘവൻ എന്നുള്ള പേര് ശ്രീരാമനാണ് കൂടുതൽ പറയാറ് രാഘവൻ എന്നുള്ള പേര് ശ്രീരാമനിൽ രൂഢമായിട്ട് ഉള്ളത് കൊണ്ട് രാഘവൻ എന്ന് പറഞ്ഞാൽ ശ്രീരാമനാണ് പക്ഷെ അതേപോലെ തന്നെയാണ് ബന്ധം ലക്ഷ്മണനും അതുകൊണ്ട് രാഘവാഭ്യാം എന്ന് പറഞ്ഞാലും തെറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏതായാലും പിന്നെ രണ്ടായാലും കുഴപ്പമില്ല രണ്ടു തരത്തിൽ ആയാലും കുഴപ്പമില്ല പക്ഷെ രാഘവൻ എന്ന് പൊതുവേ പറയുന്നത് ശ്രീരാമന് തന്നെയാണ് ഏതായാലും സഹരാഘവ രാഘവാഭ്യാം സഹവർത്തതേ പിന്നെ ഈ രാഘവൻ എന്ന് പറഞ്ഞാൽ ആരാണ് രഘോ അപത്യം പുമാൻ എന്ന് പറയാം പക്ഷെ രഘോ പുത്രനല്ല രഘുവിന്റെ പുത്രനല്ല ശരിക്ക് ദാശരഥിയാകുമ്പോഴാണ് രഘോ ദശരഥസ്യ അപത്യം പുമാൻ എന്ന് പറയാൻ പറ്റും ഇത് രഘുവിന്റെ പുത്രനല്ല പക്ഷെ രഘുവിന്റെ ഗോത്രത്തില് ജനിച്ച ഒരു പുത്രൻ അപ്പൊ രഘോ ഗോത്രാപത്യം പുമാൻ രാഘവ അങ്ങനെ നോക്കുന്ന സമയത്ത് ലക്ഷ്മണനും ഗോത്രാപത്യം പുമാൻ തന്നെയാണ് അപ്പോ രാഘവേണ സഹവർത്തതയെന്നാവാം രാഘവാഭ്യാം സഹവർത്തതയെന്നും ആവാം ഏതായാലും രാഘവന്മാരോട് കൂടിയിട്ട് ഉള്ളയാളാണ് കൗശിക അധ്വരം അധ്വര എന്ന് പറഞ്ഞ യാഗമാണ് അധ്വരം എന്ന് പറയുമ്പോ യാഗത്തെ ദ്വിതീയാണ് അധ്വരം യാഗത്തെ എന്നർത്ഥം ച സമാരേഭേ ആരംഭിച്ചു സമ്യക് ആരേഭേ രാക്ഷസന്മാർ ച രാക്ഷസന്മാരും സമാഗമൻ സമ്യക് ആഗമൻ വന്നു എന്നർത്ഥം അപ്പോഴ് സമാരേഭേ ആരംഭിച്ചു സമാരേഭേ ആരാണ് ആരംഭിച്ചത് കൗശിക സമാരേഭേ കൗശികനാണ് സമാരംഭം ചെയ്തത് കൗശികൻ എന്ന് പറഞ്ഞാല് വിശ്വാമിത്രൻ സമാരേഭേ വിശ്വാമിത്രൻ തുടങ്ങി
വിശ്വാമിത്രൻ കം ആരേഭേ എന്തിനെ തുടങ്ങി? വിശ്വാമിത്ര അധ്വരം സമാരേഭേ. കീദൃശ കൗശിക എപ്രകാരമുള്ള കൗശികനാണ്? സഹരാഘവ കൗശിക സഹരാഘവനായിട്ടുള്ള കൗശികൻ. രാഘവനോട് കൂടി രാഘവന്മാരോട് കൂടിയുള്ളതായ കൗശികൻ വിശ്വാമിത്രൻ. അധ്വരം സമാരേഭേ ച അധ്വരത്തെ തുടങ്ങുകയും ചെയ്തു. കിം കൃത്വാ എന്ത് ചെയ്തിട്ടാണ് അധ്വരം സമാരേഭേ? പ്രാപ്യ പ്രാപിച്ചിട്ട്. കം പ്രാപ്യ എന്തിനെ പ്രാപിച്ചിട്ടാണ്? സിദ്ധാശ്രമം പ്രാപ്യ സിദ്ധാശ്രമത്തെ പ്രാപിച്ചിട്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മളിപ്പോ മലയാളത്തിൽ പറയുമ്പോൾ സിദ്ധാശ്രമത്തിൽ എത്തിയിട്ട് എന്നൊക്കെയാണ് പറയാ. പക്ഷെ സംസ്കൃതത്തിലാവുമ്പോൾ ഇങ്ങനെയാണ്, സിദ്ധാശ്രമത്തെ പ്രാപണം ചെയ്തിട്ട്. സിദ്ധാശ്രമത്തിൽ എത്തിയിട്ട് എന്നാണെങ്കിലും സിദ്ധാശ്രമത്തെ എത്തിയിട്ട് എന്നുള്ള അർത്ഥത്തിലാണ് വരിക. അതുകൊണ്ടാണ് ദ്വിതീയാണ് അവിടെ വരിക എന്നർത്ഥം. തഥ എന്ന് പറഞ്ഞാൽ അനന്തരം. അനന്തരം എന്ന് പറയാൻ കാരണം എന്താണ്? പിന്നെ അതിന്റെ മുമ്പത്തത് കാര്യം എന്താണോ പറഞ്ഞത് അതിനുശേഷം. അതിന്റെ മുമ്പ് പറഞ്ഞത് താടകയെ കൊന്നു എന്നാണ്. അതിനുശേഷം സിദ്ധാശ്രമം പ്രാപ്യ സഹരാഘവ കൗശിക അധ്വരം സമാരേഭേ ച അധ്വരത്തെ സമാരംഭണം ചെയ്യുകയും ചെയ്തു. പിന്നെ അടുത്ത ക്രിയാപദം എന്താണ്? സമാഗമൻ. എത്തി. ആഗമൻ എത്തി എന്നർത്ഥം. കേ സമാഗമൻ. സമാഗമൻ എന്നുള്ളത് ബഹുവചനമായതുകൊണ്ട് കേ ആഗമൻ എന്ന് ചോദിക്കണം. അപ്പൊ രാക്ഷസാഹ സമാഗമൻ. അപ്പോ രാക്ഷസാഹ സമാഗമൻ ച രാക്ഷസന്മാർ എത്തുകയും ചെയ്തു. സമാഗമൻ എന്ന് കഴിഞ്ഞിട്ട് ച എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, രാക്ഷസന്മാർ എത്തുകയും ചെയ്തു. സാധാരണ അങ്ങനെയാണ് പതിവ്. ഏത് സമയത്ത് വിശ്വാമിത്രൻ യാഗം തുടങ്ങിയാലും അത് മുടക്കാനായിട്ട് രാക്ഷസന്മാർ വരും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇവിടെ വിശ്വാമിത്രൻ യാഗം തുടങ്ങി, രാക്ഷസന്മാർ വരികയും ചെയ്തു. തഥാ സിദ്ധാശ്രമം പ്രാപ്യ സഹരാഘവ കൗശിക, അല്ലെങ്കിൽ കൗശിക സഹരാഘവ എന്നും ആവാട്ടോ. വിശ്വാമിത്രൻ സഹരാഘവനായിട്ട്, രാഘവന്മാരോട് കൂടിയവനായിട്ട് അധ്വരം ച സമാരേഭ അധ്വരത്തെയും തുടങ്ങി. അങ്ങനെയാവാം. അധ്വരം സമാരേഭേ ച എന്നും ആവാം. അധ്വരത്തെയും തുടങ്ങി, യാഗത്തെയും തുടങ്ങി എന്നാവാം. മറ്റു പലതിനെയും തുടങ്ങി, യാഗത്തെയും തുടങ്ങി എന്നാവാം. അല്ലെങ്കിൽ യാഗത്തെ തുടങ്ങുകയും ചെയ്തു എന്നും ആവാം. അത് ആ ച എവിടെ വെക്കുന്നു എന്നുള്ളതിനനുസരിച്ച് അർത്ഥത്തിന് മാറ്റം വരും. രാക്ഷസാ സമാഗമൻ ച രാക്ഷസന്മാർ വരികയും ചെയ്തു എന്നർത്ഥം. കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ നോക്കാം. തഥ പിന്നെ സഹരാഘവ കൗശിക രാഘവനോട് കൂടിയ കൗശികൻ, രാമലക്ഷ്മണന്മാരുമൊത്ത് എന്ന ആശയം വിശ്വാമിത്രൻ. തത്തോ രഘോ ഗോത്രാപത്യം പുമാൻ രാഘവ രാഘവേണ സഹ വർത്തതേ ഇതി സഹരാഘവ സിദ്ധാശ്രമം പ്രാപ്യ സിദ്ധാശ്രമത്തെ പ്രാപിച്ചിട്ട് അധ്വരത്തെ യാഗത്തെ സമാരേഭേ ച സമാരംഭിക്കുകയും ചെയ്തു. സം എന്ന ഉപസർഗം വിധിയാവണ്ണം എന്ന അർത്ഥം ദ്യോതിപ്പിക്കുന്നു. സം പ്ലസ് ആ പ്ലസ് രഭ് ധാതു ലിട്ട് ആത്മനേപതി പ്രഥമപുരുഷൻ ഏകവചനം. രാക്ഷസാഹ രാക്ഷസന്മാർ, സമാഗമൻ ച സമാഗതരാവുകയും ചെയ്തു. രാക്ഷസന്മാർ യാഗം മുടക്കാൻ വന്നു ചേരുകയും ചെയ്തു. അതുപോലെ സമാഗമൻ എന്ന് പറയുമ്പോൾ സം പ്ലസ് ആ പ്ലസ് ഗമ് ധാതു ലുങ് പരസ്മേപതി പ്രഥമപുരുഷനാണ്. ആഗമൻ ലുങ് എന്നാണല്ലോ ആഗമത്ത് അത് ലങ്ങാവുമല്ലോ. ശരി, ഇതിനകത്ത് ലുങ് എന്നാണ് എഴുതിയിട്ട് കാണുന്നത്. ഏതായാലും ഒന്ന് നോക്കണം. ഇതിലിപ്പോ ലുങ് എന്നാണ് എഴുതിയിട്ട് കാണുന്നത് ഈ എന്റെ കയ്യിലുള്ള പുസ്തകത്തില്. ആഗമത്ത് അതൊന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. ഏതായാലും എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കണം.
ആരുടെയെങ്കിലും കയ്യിൽ അത് ഗമധാതുവിന്റെ രൂപം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോട്ടെ. സം എന്ന ഉപസർഗം ആക്രമണോത്സുകതാ സൂചകമാണ് എന്ന് പറയും. ആക്രമണ ഉത്സുകത ഉള്ള രീതിയിലാണ് എന്നും അങ്ങനെയും പറയാവുന്ന വേണ്ടതുപോലെ എന്നും അർത്ഥമുണ്ട്. ആക്രമണ ഉത്സുകതയായിട്ട് എന്നുള്ള അർത്ഥത്തുണ്ട്. സമാഗമൻ എന്ന് പറഞ്ഞ ദിക്കില് അങ്ങനെ ഒരു ആക്രമണ ഉത്സുകതയാണ്. പക്ഷെ സമാരേഭേ എന്നുള്ളതിൽ ആക്രമണ ഉത്സുകതയല്ല, നല്ലവണ്ണം എന്നുള്ള അർത്ഥത്തിലാണ്. രണ്ടർത്ഥത്തിലും പ്രയോഗിക്കാം എന്നാണ് ഇവിടെ പറഞ്ഞത്. ആയിക്കോട്ടെ, ഇത് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ടെങ്കിൽ ചോദിക്കാം. ഈ അധ്വര്യു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വരിക? ഏതാ അധ്വര്യു? അധ്വര്യു. അധ്വര്യു എന്ന് പറഞ്ഞാല് അധ്വരം ചെയ്യുന്നയാള്, യാഗം ചെയ്യുന്നയാള് എന്നൊക്കെയുള്ള അർത്ഥമാണ് അധ്വര്യു. യാഗത്തിന് അധികാരി അല്ലെങ്കിൽ യാഗത്തിന് ഒരുങ്ങിയ ആള്, യാഗത്തിന് ദീക്ഷിതനായിട്ടുള്ള ആള്, അങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ് അധ്വര്യു എന്നുള്ളതിന് വരിക. അത് ഇതിനോടുകൂടി വല്ല പ്രത്യേകം ചേർത്താണോ? ഏതാണ്? അധ്വരം എന്നുള്ളതിനോടുകൂടി വല്ല പ്രത്യേകം ചേർത്തുണ്ടാക്കിയതാണോ അധ്വര്യു? അതോ അങ്ങനെ ആവാം. എനിക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള വ്യുൽപ്പത്തി എങ്ങനെയാന്നുള്ളത് ഇപ്പം പറയാൻ ഓർമ്മ കിട്ടുന്നില്ല, ആലോചിക്കാം. പക്ഷെ അത് ചിലപ്പോൾ വൈദിക സംസ്കാരമായി ബന്ധപ്പെട്ടതായിരിക്കും അല്ലേ? അത് ഉകാരാന്തായിട്ടുള്ള രൂപമാണ് അധ്വര്യു എന്നുള്ളത്. അധ്വര്യു എന്നുള്ള ഉകാരാന്തായിട്ടുള്ള രൂപമാണ്. അതെങ്ങനെയാണ് വന്നത് എന്നുള്ളത് മാത്രമാണ് എനിക്ക് അറിയാത്തത്. അധ്വര്യുണ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അധ്വര്യുണ എന്ന് തൃതീയായിട്ട് ഏതോ ഒരു പദം ഞാൻ കേട്ടിട്ടുണ്ട്. ഋത്വിക്കുകളിൽ ഒരു പ്രധാനപ്പെട്ട ആളാണ് ഈ അധ്വര്യു. ഏതാ? ഋത്വിക്കുകളിലെ പ്രധാനപ്പെട്ട ഒരാളാണ് അധ്വര്യു. അതെ 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 അതെ. അധ്വര്യത്തിക്ക് ദായും തായും കൂടെ ചേർത്ത് എഴുതി കാണുന്നത്. ഏതാ? അധ്വര്യന്നേ ദായും തായും കൂടെ ചേർത്ത് എഴുതി കാണുന്നത്. അതെ അതെ, ദാ ധ രണ്ടു വേണം. ഇതിന്റെ അകത്ത് ഒന്നേ ഉള്ളൂ, ദകാരവും കൂടി വേണം. ദാനം എന്നുള്ള ദകാരവും കൂടി വേണം. അത് ആണ് ധ്വരം. ഇതിന്റെ അകത്തുള്ളത് ഇപ്പൊ ഞാൻ ഇതിലുള്ളത് തെറ്റാണ് ശരിക്ക്, അത് പോരാ. അധ്യാപകൻ എന്നുള്ളതിലും ശരിക്ക് ഇപ്പോ ഇതേപോലെയുള്ളൂ. പക്ഷെ ശരിക്കും ദകാരം ധകാരം യകാരമാണ്. അതേപോലെ തന്നെയാണ് അധ്വരം എന്നുള്ളതും ദകാരവും ധകാരവുമാണ്. ഇതിലുള്ളതില് പോരാ, അക്ഷരം പോരാ. ഗമധാതുവിന്റെ കാണുന്നുണ്ടോ എന്നൊന്ന് നോക്കിക്കോളൂ ആരെങ്കിലും. ഒന്നും തന്നിട്ടില്ല, അത് കംപ്ലീറ്റ് ഇല്ല. ഗമധാതു ലിട്ട് പോയി. ഗമധാതു ലിട്ട് ജഗാമ ജഗ്മതോ ജഗ്മു, അങ്ങനെയാണ് അതിൽ കണ്ടത്. ലിട്ടാണ്. അല്ല, പിന്നെ അതിന്റെ ലുങ് ലങ് അത് രണ്ടുമാ നോക്കണ്ടേ? ഇതിലില്ല. സിദ്ധരൂപത്തിൽ കാണാനില്ല. സിദ്ധരൂപത്തിൽ കാണുന്നില്ല. പഴയ പുസ്തകമാണ്. ഇത് ആരഭയുടെ അല്ലേ നോക്കണ്ടേ? അല്ല, സമാഗമൻ എന്നുള്ളതിന്റെ മറ്റത് രേഭേ രേഭാതെ രേഭിരേ, അത് സംശയമില്ല. സമാഗമൻ എന്നുള്ളതിന്റെയാണ് ഞാൻ നോക്കാൻ പറഞ്ഞത്. ആഗമൻ ആഗമൻ അത് എനിക്കൊരു ലങ്ങായിട്ട് തോന്നുകയാണ്. പക്ഷെ ഇതില് ഈ ഒരു പുസ്തകത്തില് ലുങ് പരസ്മേപതി പ്രഥമപുരുഷൻ ഏകവചനം ബഹുവചനം എന്നാണ് കാണുന്നത്. അതുകൊണ്ടൊരു സംശയമായി. എന്തായാലും പരസ്മേപതിയാണ്. പരസ്മേപതിയാണ്.
ചിലപ്പോ ലുങ് ആവാം, എന്നാലും ആ രൂപം ഒന്ന് കിട്ടാമല്ലോ നമുക്ക്. അഭൂൽ എന്നാണല്ലോ ലുങ് വരിക. അഭൂൽ, അഭൂതാം, അഭൂവൻ, അതുപോലെ വരാം ചിലപ്പോ. ലുങ്ങില് അകമത്തെന്ന് കൊടുത്തിട്ടുണ്ട് പ്രഥമ. ഏതില്? ഗമ്പ് ധാതുവിന്റെ ലുങ് ആ അകമത്ത്. അകമത്തുന്നുണ്ട് അല്ലെ? അകമത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ സന്ധി വരുമ്പോ സക ആയിരിക്കും. അത് കുഴപ്പമില്ല. അകമത്, അകമതാം, അകമൻ ആയിരിക്കും എന്നാല്. അപ്പൊ ശരിയായി, ഇത് തന്നെയാണ്. അകമത്ത്, അകമതാം, അകമൻ. അഗമ, അഗമതം, അഗമത, അഗമം, അഗമാവ, അഗമാമ അല്ലെ? അഗമഹ, പിന്നെ അകമത്ത് അല്ലെങ്കിൽ അകമദ് എന്നാവാം. പിന്നെ അകമതാം, അകമൻ. പിന്നെ അഗമഹ, അകമതം, അകമത്ത്, അകമത, അഗമം, അഗമമം, അഗമമം, അഗമാവ, അഗമാമ. അഗമം, അഗമാവ, അഗമാമയല്ലേ? അല്ല, മൂന്നാമത്തത് ഉത്തമ പുരുഷൻ അഗമം എന്നല്ലേ? അഗമം, 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 അഗമാവ, അഗമാമ. അതിന്റെ ലങ് എങ്ങനെയാ വരുന്നത്? ലങ് പറയാം. അകച്ചതാണോ? അകച്ചതാണ്. അകച്ചത്ത്, അത്രേ ഉള്ളൂ അല്ലെ? അത്രേ ഉള്ളൂ. ആയിക്കോട്ടെ. അപ്പൊ ലുങ് തന്നെയാണ് അല്ലെ? ആയിക്കോട്ടെ. അപ്പോ ലുങ്ങായി. ഇനിയിപ്പോ അതിൽ വേറൊന്നും ഇല്ലാന്ന് വിചാരിക്കാം. വേറെ എന്തെങ്കിലും സംശയങ്ങള് അതിലുണ്ടോ?